മരണവാർത്തയുണ്ടാക്കി നാടുവിട്ട മോഷ്ടാവിനെ പിടികൂടി കേരള പോലീസ്. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി സജീവ് എം.ആറിനെ ഗാന്ധിനഗർ പോലീസാണ് പിടികൂടിയത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടത്. 2023 കേസിനാസ്പദമായ സംഭവം. 4 തവണയായി സ്വർണം പണയം വെച്ച് 4,39,000 രൂപയാണ് സജീവ് തട്ടിയെടുത്തത്. കോട്ടയം കുമാരനെല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മുക്കുപണ്ടം പണയപ്പെടുത്തിയത്. ഇതിനുശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങി. പിന്നീട് മരണപ്പെട്ടെന്ന് സജീവ് തന്നെ പത്രങ്ങളിൽ വാർത്തയും നൽകി. ഒടുവിൽ പരേതനെ തമിഴ്നാട്ടിൽ നിന്നും കേരള പോലീസ് പിടികൂടുകയായിരുന്നു. മരണപ്പെട്ട ശേഷവും ആധാർ കാർഡ് ഉപയോഗിച്ച് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നു. ഈ നമ്പറിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് കോളുകൾ പതിവായി വന്നതോടെയാണ് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. കൊടൈക്കനാലിൽ നിന്നുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ലോണെടുത്ത് വീട് വെച്ച ശേഷം ഇത് ഒറ്റയ്ക്ക് കൊടുത്ത് പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. ഞങ്ങൾ ചാണശ്ശേരിയിലാണ് താമസിച്ചത്. ഞങ്ങൾ വീട് വിറ്റിട്ട് ഞങ്ങൾ ബാക്കി കിട്ടിയ പൈസയ്ക്ക് നമ്മളൊരു ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് താമസിക്കുകയായിരിക്കും. അപ്പം യാദൃശ്ചികമായിട്ട് ഈ പുള്ളി കുറേ കഴിഞ്ഞ് പെട്ടെന്ന് പുള്ളി മരിച്ചു എന്നൊരു വാർത്ത വരികയും അതിന് തൊട്ട് പിന്നാലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അത് റിക്കവറി ഉണ്ട്. കാരണം അത് ജപ്തി ചെയ്ത വസ്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് അറിയുന്ന പോലും. അത് ഞങ്ങളുടെ പൈസയും പോയി, പുള്ളിയെ മുങ്ങുകയും ചെയ്തു. പിന്നെ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കുറേ ശ്രമിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. 5 ലക്ഷം രൂപയ്ക്ക് ഇവൻ്റെ വീട് ഒറ്റയ്ക്ക് തന്നു. നിലവിൽ ആ വീടിന് ബാങ്കിൽ ലോൺ ഉള്ളതായിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് ഇവനെന്നെ തട്ടിപ്പിച്ചത്. ബാങ്കുകാർ അന്നേരം വന്നു. ബാങ്കുകാർ വന്നിട്ട് ലോൺ ഉണ്ടെന്നും നിങ്ങൾ ഇറങ്ങി മാറത്തണമെന്നും പറഞ്ഞ് അവർ കേസും ബുക്കാറുമായിട്ട് നോട്ടീസും കൂടെ ഒട്ടിച്ച് ഞങ്ങളന്നേരം ബാങ്കിനെ സമീപിച്ചു. ഞാനിവനെ തപ്പി നടന്നിട്ടൊന്നും ഇവനെ കാണുന്നില്ല. പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇവൻ മുങ്ങിയിരിക്കുകയെന്നറിയുന്നത്. പ്രതിയെ ഗാന്ധിനഗർ പോലീസ് കോടതിയിൽ ഹാജരാക്കും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.